ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നേക്കണ രണ്ടാം എപ്പിസോഡാണ് ഗ്രാനി. പവറാക്കണ ഗൈസ്, ഇത് രണ്ടാം എപ്പിസോഡാണ്. നമ്മൾ ഗ്രാനിയും ഗ്രാൻഡ് ഫാദറും ഇട്ടിക്കണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരുക, ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവും, അറിയാമല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ സ്റ്റോറി കാണാൻ രസമില്ലാന്ന്. അപ്പം ഞാൻ സ്റ്റോറി വെറുതെ ഒന്ന് അടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഏത് മോട്ടെ ഫുള്ളി മോട്ടെ. അപ്പം ഡേ 1 സ്റ്റാർട്ടായിട്ടുണ്ട്. ആരും അതിന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തില്ല. ഈ വീഡിയോയ്ക്കായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. അപ്പോൾ വരും, അടുത്ത വീഡിയോയും വരുന്നതായിരിക്കും. നമുക്ക് അവിടെ നിന്ന് സ്ക്രൂ ഡ്രൈവർ കിട്ടീനേ. ലോക്ക് തുറന്നുകൊണ്ട് നിൽക്കുകയാണേ. ഞാൻ പിന്നെയും സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് സെറ്റായി വാതിലൊക്കെ തുറന്നു. പവറായിട്ടുണ്ടായിരുന്നു. ഞാൻ താഴോട്ടാണ് ഇറങ്ങി പോകുന്നത്. ചെറിയ ജലദോഷം കേസ് അത് മൈൻഡാക്കണ്ട, പവറാണ്. അലാമിനെ എടുത്തിട്ട് അണ്ണാക്കി കയറ്റി. ഗ്രാനി വരൂ. എന്താണ് ഞാൻ പാതറ? ഒന്നുമില്ല. നമുക്ക് ഇവിടുന്ന് വുഡ് കിട്ടിയിട്ടുണ്ട്. ജലദോഷമൊക്കെയാണ് കേസ്, ഞാൻ പറഞ്ഞില്ലേ. എന്ത് ചെയ്യാനും കേസ്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ. എനിക്ക് കുറേ കരഞ്ഞു കേസ്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യ് കേസ്. എന്തോ കേസ്. ഞാൻ കുറച്ച് കറക്കൊക്കെ ചെയ്യുന്നുണ്ട്. വേറെന്ത് രസം, ഒരു പവറൊക്കെ. ഞാൻ സ്റ്റെപ്പ് കയറിപ്പോന്നു കേസ്, മടുത്താണ്. എന്നിട്ട് ഞാൻ ഇതിലൊരു 2 days ആയിട്ടുള്ളൂ. അതായത് 2 വട്ടേ ഞാൻ ചത്തിട്ടുള്ളൂ എന്നർത്ഥം. ഒരു വട്ടം ഫസ്റ്റ്, ഒരു വട്ടം സെക്കൻഡ്. നമ്മൾ ഡോറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യ ഇതാ വരുന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാകും കേസ് അവർ. നമ്മൾ എസ്കേപ്പ് ആവാനുള്ള ഓരോ ഘട്ടത്തിലുമാണ് കേട്ടോ കേസ്. അങ്ങനെ നമ്മൾ മണ്ടയിലോട്ട് എത്തിയിട്ടുണ്ട് കേസ്. എല്ലാം തുറന്നു നോക്കും. എന്തേലും കിട്ടിയ നോ തീപ്പെട്ടി കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല ശരിക്കും. ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് എഡിറ്റിങ് ചെയ്യുന്നതാണേ. അങ്ങനെ അടുത്തയും നല്ലൊരു പ്രതീക്ഷയോടെ തുറന്നു. ഒരു കീ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മണ്ടയിലോട്ട് വന്ന് ഗ്രാൻഡ് ഫാദറിൻ്റെ റൂമല്ലുള്ളത്, വേറെ ഏതോ പൊട്ടൻ്റെ റൂമാണ്. അവിടെ നിന്ന് ഒന്നും കിട്ടില്ല. ഗ്രാൻഡ് ഫാദറും ഉണ്ട്, ഗ്രാനിയും ഉണ്ട്. നമ്മളെ അതോ ഗതി. അവിടെ വുഡ് വെച്ച് കൊടുക്കണം. എല്ലാം നമ്മളെ ആവശ്യത്തിന് കിട്ടുമോ എന്തോ. കിട്ടിട്ടുണ്ടേ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ മൂടാണ് കേസ്. എന്ത് ചെയ്യാൻ, പവറല്ലേ. ഗ്രാനി ഇനി നമ്മൾ ഗ്രാനി ചേച്ചിയാണേ. അല്ലെങ്കിലൊക്കെ ഗ്രാനി തള്ളയായിരിക്കും. ഇന്ന് ഗ്രാനി ചേച്ചിയാണ്. കാരണം ഗ്രാനി എന്നെ പിടിച്ചില്ല, ആ പൂപ്പര് എന്നെ പിടിച്ചില്ല. ഒറ്റ കാരണമേ ഉള്ളൂ. ഇനി ഞാൻ ജസ്റ്റായിട്ടൊരു ചെറിയൊരു പണിയെടുത്ത് അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ കല്ലൊക്കെ ശേഖരിക്കുകയാണ്. യേശൻ്റെ കേപ്പും കൊണ്ട് മരിച്ചതാണ് ഞാൻ. വെറും കേപ്പും കൊണ്ട് മരിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടം. അപ്പം നല്ല സങ്കടം ഉണ്ട് കേട്ടോ യേശ്. അങ്ങനെ നമ്മൾ ഡോറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. തള്ളേ ഗ്രാനിയേ. തള്ളയല്ലല്ലേ, ചേച്ചിയൊക്കെയാണ് കേസ്. ഗ്രാൻഡ് ഫാദറിൻ്റെ ഭാര്യയാണ് കേസ്. ഭാര്യ വെപ്പണിക്ക് ഇനി ഞാൻ ഉറക്കിക്കോളും. വെപ്പണിക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. വെപ്പൺ കീ ഇന്ന്
അങ്ങനെ കട്ടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കുക ഗ്രാൻഡ് ഫാദറെ കണ്ടോന്ന് ഡൗട്ടില്ല. ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് പേടിയൊന്നുമില്ല. എല്ലാവരും പറയുന്നത് എന്തിനാ പേടി? എനിക്ക് പേടിയില്ല. അങ്ങനെ നമ്മൾ മണ്ടയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വെപ്പൺ എടുക്കാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ റൂമിലെത്തി. വെപ്പൺ എടുത്ത് ഇനി ഫുള്ള് വൺ ടൈപ്പ് ഒന്നുമില്ല, ഫുള്ള് വൺ ടൈപ്പ്. ഗ്രാനി നമുക്ക് ഗണ്ണ് കൊണ്ട് അടിച്ചിടാലോ. നമുക്ക് ഗണ്ണ് മതി കേട്ടോ. ഗണ്ണിലാകെ ഒരു ബുള്ളറ്റേ ഉള്ളൂ. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും കൊണ്ട് ഒരു ഉപകാരമില്ല. നമ്മൾ രണ്ടാമത്തെ ബുള്ളറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മരിച്ച ഈ തോക്ക് പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ. അമ്മച്ചിയെ ഗ്രാനി വന്നു. പട്ടക്കോ ഗ്രാനിനെ അടിച്ച് അണ്ണാക്കി കയറ്റി ഉറക്കി വിട്ടിട്ടുണ്ട്. അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് ഗേസ്. ഗ്രാനിക്ക് പവറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മണ്ടയിലോട്ട് പോവുകയാണ് ഗേസ്. വല്ലതും കിട്ടുമോയെന്നറിയാൻ. കാക്കേൻ്റെ ഇല്ല എന്താ ആവശ്യമുള്ളത്? ഷെഡ് നമുക്ക് ആവശ്യമുണ്ട്. പലവരും ഷെഡ് കീ എന്ന് പറഞ്ഞപ്പോൾ ഷെഡ് കീ എന്നാണ് കേട്ടെ. ഷെഡ് കീ ആണ്. നമ്മൾ താഴോട്ട് ഇങ്ങനെ ചാടി വരികയാണ്. നേരെ താഴോട്ട് ചാടിയാൽ ഉറപ്പായിട്ട് ചാവും. അങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് നമ്മൾ ഷെഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഷെഡ് തുറന്നേ ഹൂയി കൈയടിക്കും ഗൈസ്. ട്രെയിനിൻ്റെ ആവശ്യമേ ഇല്ലേ. ഇനി നമുക്ക് വേണ്ടത് കല്ലിൻ്റെ ആവശ്യമില്ല. നമുക്ക് വെപ്പണുണ്ട്. നേരെ പോവുക, എന്നിട്ട് സൈഡിലോട്ട് പോവുക, എന്നിട്ട് നേരെ പോവുക, എന്നിട്ട് സൈഡിലോട്ട് പോവുക, എന്നിട്ട് നേരെ പോവുക. അപ്പോൾ അവിടെ വെപ്പണുണ്ട് കേട്ടോ. വെപ്പൺ ആവശ്യം ഉണ്ടാവും എന്തായാലും. നമ്മൾ നേരെ മണ്ടയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ മണ്ടയിലോട്ട് വന്നേ. നമുക്ക് ചില്ലൊക്കെ പൊട്ടിക്കണം ഗൈസ്. എന്തൊക്കെ പണിയുണ്ടെന്നറിയോ. ഈ എപ്പിസോഡും കൂടി കഴിഞ്ഞ് വേറൊരു എപ്പിസോഡും കൂടി നിങ്ങൾക്ക് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് ഇടുക, ലൈക്കും ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ കേപ്പ്. വെറും കേപ്പല്ലേ, നല്ല കേപ്പല്ല. എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ കമൻറ്റ് ചെയ്തില്ലിട്ട് കേട്ടോ. ഡേ 2 ആണ് ഗൈസ്. ഡേ 2 നമ്മൾ എന്തായാലും ആർക്കും പിടികൊടുക്കില്ല. ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ നമ്മൾ എന്തായാലും രക്ഷപ്പെടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പിന്നെയും തുറന്ന് എൻ്റെ കൈ വേദനിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഭിത്തിക്കൊക്കെ ഇങ്ങനെ പൂപ്പിടിച്ച് ഗ്രാൻഡ് ഫാദറിന് ഒരു മര്യാദയും ഇല്ല. അതൊന്ന് തുടയ്ക്കുക. പ്രേതങ്ങളാന്ന് തോന്നി, പ്രേതങ്ങൾ ഓലി എന്തല്ലേ കേസ് ഇവരിങ്ങനെ. വെറും വെപ്പം മാത്രം എടുത്തിട്ട് കല്ലട ഉണ്ടായി എടുക്ക്. കല്ല് പോയി എടുക്ക്. പെറുക്കിയേ ഇയാളെയൊക്കെ പറയണം. എന്തിനാ വെറുതെ ബോൾ അതിൻ്റെ ഉള്ളിലോട്ട് അടിക്കാൻ നിൽക്കുന്നത്? ഇത്രയും വലിയ മതിലല്ലേ വെറുതെ. ഞാനിൻ്റെ മുമ്പിൽ പോയി പെട്ട കേസ്. എന്ത് ചെയ്യാനാ നോക്കേ. അയ്യടാ കയ്യിൽ മറ്റേ ബെറിക്കാനുള്ള സാധനം എടുത്ത് ബെറിച്ചൂടെ? എന്തുവാടെ ഈ. അപ്പോഴാണ് ആ ബുദ്ധി അവന് കത്തിയത്. എത്ര നേരം കത്തിയില്ല. പിന്നെയും വെച്ച് ഇവനെയും കൊണ്ടൊക്കെ രണ്ടാമത്തെ കിട്ടി. അതേലും എടുത്ത് ബെറിക്കി, അതും എടുത്തില്ല. മൊയിന്തിനെ കൊണ്ടൊക്കെ ശിവനെ. ഞാനൊക്കെ ആണെങ്കിൽ ഞാനാണ് കേസ്. ഞാൻ എന്നെ തന്നെ ഇട്ട് ട്രോളാന്ന് വെക്കണ്ട. ഈ മനുഷ്യനെന്താക്കെ പറഞ്ഞു തരില്ല. ഞാൻ കഷ്ടപ്പെട്ട് കളിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന ആരും വലുതാണോ? അതാ ഗ്രാൻഡ് ഫാദർ. അവനങ്ങ് അടിച്ച് ഉറക്കാൻ കഴിയില്ല. അയ്യോ പേട്ടെ, എൻ്റെ കല്ല് പോയേ. ഓട്ടിക്കോ ഗ്രാനിയോ ഓട്ടിക്കോ. ഗ്രാൻഡ് ഫാദറിന് പിന്നെ ആ തോക്ക് കിട്ടിയ ശരി കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്തിനറിയണം. അങ്ങനെയായിട്ട് നമ്മൾ കാറിൻ്റെ അടുത്ത് എത്തി. ഗ്രാൻഡ് ഫാദറിൻ്റെ കാറാന്ന് തുടയ്ക്കില്ല, നന്നാക്കില്ല. കള്ളഹിമാർ. അങ്ങനെ ഓടി വന്ന് ഗൈസ്. നമ്മൾ ഓടി വന്ന് കല്ലിട്ടിയേ. ഇനി ഗ്രാൻഡ് ഫാദറിന് ഓർക്കാം.
നമ്മൾ മാസമല്ലേ ഗൈസ്, നിങ്ങൾ മാസം തന്നെയാണ് ഗൈസ്. പക്ഷേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എൻ്റെ ഒരു 100 സബ്സ്ക്രൈബ് അടിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ എന്തേലും ഒരു കിണ്ണം കാച്ചി വീഡിയോ ഇടുന്നതായിരിക്കും. ഉറപ്പ് തരാം, ഉറപ്പ്. അങ്ങനെ ഗൈസ് നമ്മളിവിടെയൊക്കെ എത്തി. ഒരു 10K അടിച്ചോ എന്തായാലും എന്തേലുമൊക്കെ ആയിട്ട് ഗിഫ്റ്റായി തരുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ ഗൈസ്. എൻ്റെ പൈസ ഇല്ല, ഇങ്ങനെ എടുക്കുക, വീഡിയോ എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, അതന്നെ. ഗ്രാൻഡ് ഫാദറിനെ ഉറക്കിയേ, തോക്ക് കിട്ടിയേ. ഇനി നമ്മൾ ഈ തോക്കും കൊണ്ടുള്ള പരിപാടി കാണിച്ചു കൊടുക്കുക ഗ്രാൻഡ് ഫാദറിന്. അങ്ങനെ നമ്മൾ പിന്നെയും താഴോട്ട് എത്തിയിട്ട് സുഹൃത്തുക്കളെ, അപ്പോൾ ഈ വാതിലൊക്കെ തുറന്നിട്ടാ ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് പോയിക്കണേ. അങ്ങനെ നമ്മൾ ഒന്നുകൂടി നോക്കി അവിടെ എന്തെങ്കിലും കിട്ടുമോയെന്നറിയാൻ. അപ്പോൾ ഇവിടെ ജനൽ പൊട്ടിച്ചു. ഏതല്ലേ സൗണ്ട്? ഫ്രീ ഫയറിലെ M8 പോലെ ഉണ്ട്. ആഹാ, ആദ്യം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഡോറ് നിൽക്കുക, തോക്കെടുത്തിട്ട് ഗ്രാൻഡ് ഫാദറിനെ കിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ട് വെക്കാം. അങ്ങനെ കിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ട് വെച്ച് ഗ്രാൻഡ് ഫാദറിന് കുനിയാൻ കഴിയില്ല, കാരണം ഊരവേനയാണ് എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് സന്തോഷ വാർത്തയാണ് ഫുള്ള്. നമ്മളൊക്കെ റിച്ച് ടീമല്ലേ, എന്ത് ചെയ്യാനാണ് പറഞ്ഞേ. അങ്ങനെ ഇതൊക്കെ പോയി ഫിറ്റ് ചെയ്ത് കൊണ്ടുവരണ്ടേ. ഞാൻ ഇത് പോയി ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ വീടൊക്കെ എന്തല്ലേ, ഒന്ന് പെയിൻ്റ് അടിക്കുക, ഒന്നില്ല ചില്ലേലും മാറ്റുക. ഇവന്മാരെയും കൊണ്ട് ഷെഡാന്ന് പോലും, ഷെഡിൻ്റെ ഒന്നും പോലും ഇല്ല. തന്നെ വെറുതെ ഷെഡ് പൂട്ടിയിട്ട് കണ്ട കേസ്. ആ മോട്ടറിന് വരെ തീ പിടിച്ച് കേസ്. ലൈൻ പോലും ശരിയല്ല, മോട്ടർ വരെ തുരുമ്പിച്ച്. പെയിൻ്റ് അടിക്കുക അതുപോലും ചെയ്യില്ല ഗ്രാൻഡ് ഫാദർ. ആകെ വീട്ടിലിരുന്ന് ഗ്രാനീൻ്റെ അടുത്ത് സൊള്ളിയും കൊണ്ട് നിൽക്കും, വേറെ ഒന്നും അയാൾക്കറിയില്ല. പൊട്ടൻ. അങ്ങനെ നമ്മൾ താഴോട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് കേസ്. അയാളെ മൊട്ടത്തല കണ്ടാലും മതിയായി. അയാളെ മൊട്ടത്തല കണ്ടോ പിന്നെ അന്നത്തെ ദിവസം നാശമായി. എന്ത് ചെയ്യാനാ കേസ്. ഇതും കൂടി ഇട്ടാൽ നമ്മളെ കളി കഴിഞ്ഞിട്ടുണ്ട് കേസ് എന്നാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഇടാൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തി. ഇനി ഒരു സ്റ്റെപ്പും കൂടി കയറണം. ഇത് കയറി എൻ്റെ കാലും കാലൊക്കെ വേദനിക്കുന്നു ഗൈസ്. എൻ്റെ അല്ല ഈ മനുഷ്യൻ്റെ. അത് വിട്ട് അത് ഓണാക്കി. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ 2 വട്ടം ഞാൻ ചത്തിട്ടുള്ളൂ. ഫുള്ള് മാസ്മാരിക കളിയായിരുന്നു ഗൈസ്. അപ്പോൾ എങ്ങനെ ഇരിക്കണ്? ബെസ്റ്റ് മൊയന്ത്. എന്നെ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. മൊയന്ത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ മൊയന്ത് ആദ്യമായിട്ടാണ്. എൻ്റെ പൊന്നു. ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ഗൈസ്. ടാറ്റ. നിങ്ങൾ 3 പേരും ഉണ്ടായിട്ട് എനിക്ക് പിടിക്കാൻ കഴിയില്ല. ഞാൻ വെടി വെച്ചിട്ട് പോലും അവന് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ അവളെ നോക്കി, പക്ഷേ അവൻ എൻ്റെ കുയിലൊന്നും വീണില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ